ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ പവിത്രം സീസൺ 2 ഇന്നത്തെ അടിപൊളി എപ്പിസോഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ ഇന്നിപ്പോൾ സീസൺ 2 നമ്മുടെ പവിത്രം സീസൺ 2 11, 12, 13, 14, 15 ഇത്ര എപ്പിസോഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ പവിത്രം സീസൺ 2 എല്ലാവരും കണ്ടു, നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അതിനേക്കാളേറെ സപ്പോർട്ടിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് നമുക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ തരുണിൻ്റെ അമ്മ ചെന്നിട്ട് നമ്മുടെ വേദേനയും കൂടെ അവർക്കൊപ്പം ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കാര്യങ്ങളൊക്കെ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തരുൺ പറഞ്ഞു, എന്താ ഏതാ ഒന്നും അറിയാത്ത ഒരാളെ നമ്മളെങ്ങനെ അമ്മയെ കൊണ്ടുവന്ന്. അപ്പം നമ്മുടെ തരുണിൻ്റെ അമ്മ പറഞ്ഞത്, നമുക്ക് ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നോക്കാനും കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ ഒരമ്മയുടെ സ്ഥാനത്ത് അവളുള്ളത് നല്ലതാ മോനെ. കാരണം അതിന് ആരും ഇല്ലല്ലോ ആ കുട്ടിക്ക്. അത് മാത്രമല്ല അവളുടെ കുഞ്ഞും നഷ്ടപ്പെട്ടേലേ, അതിനെ എങ്ങനെയാണ് മോനെ ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നത്. അതുകൊണ്ട് നമ്മളെ കൂടെ വരട്ടെ എന്നിങ്ങനെ തരുണിൻ്റെ അടുത്ത് അമ്മ റിക്വസ്റ്റ് ചെയ്യണം. പക്ഷെ അമ്മ എന്ത് പറഞ്ഞാലും തരുണിന് മറിച്ചൊരു അഭിപ്രായമുള്ള ഒരാളല്ല. അമ്മ പറയുന്നത് മനസ്സിലാക്കി തന്നെ തരുൺ തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ തരുൺ ചോദിച്ചു, അല്ല അമ്മ എത്ര നാളത്തേക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നോക്കിയാൽ ഒരു 6 മാസത്തേക്കെങ്കിലും നമ്മളെ കുഞ്ഞിൻ്റെ കൂടെ അവൾ നിൽക്കട്ടെ. കാരണം ഒരു അമ്മയുടെ എല്ലാം കുഞ്ഞിന് പാൽ കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ അവൾ ഒരു ഹെൽപ്പ് ഉണ്ടാവുമല്ലോ നമുക്ക്. അത് മാത്രമല്ല പിന്നെ ആകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങാമല്ലോ. അപ്പോൾ തരുൺ ചിന്തിക്കുന്നുണ്ട്, ശരിയാണ്, അപ്പം കുഞ്ഞിൻ്റെ കാര്യത്തിലും. പക്ഷേ തരുണിന് തൻ്റെ കുഞ്ഞിന് രാധികയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ ആ ഒരു രീതിയിൽ അമ്മയായിട്ട് സങ്കല്പിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊടുക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ എങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി തരുൺ അതിന് സമ്മതിക്കുകയാണ്. തരുണിൻ്റെ അമ്മ വേദയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ തരുൺ ചോദിക്കുന്നുണ്ട്, അമ്മ കുഞ്ഞെന്തേന്ന് ചോദിക്കണേ. തരുൺ എപ്പോഴും കുഞ്ഞിനെ കാണണം. തൻ്റെ മോള് കൂടെ ഉള്ളതാണ് തരുണിൻ്റെ ഇപ്പോഴത്തെ ഒരു ആശ്വാസവും ഒരു ബലവും എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞ് വേദയുടെ അടുത്താണ്. അപ്പോൾ കുഞ്ഞിനെ ലാളിച്ചുകൊണ്ടും കൊഞ്ചിച്ചുമൊക്കെ നമ്മുടെ വേദ ഇരിക്കുകയാണ്. അങ്ങനെ തരുണിൻ്റെ അമ്മ വേദയുടെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു സന്തോഷ വാർത്ത പറയണം, മോളെയും മോള് വേഗം റെഡിയാവും, മോളെയും കുഞ്ഞിനെയും ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയണത്. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് ഇനി ഒരു ബുദ്ധിമുട്ടും വരില്ല. അതോടൊപ്പം തന്നെ കുഞ്ഞിനെ കാണാനും കുഞ്ഞിന് മുലയൂട്ടാനും ഒക്കെ തനിക്ക് പറ്റുമല്ലോ. ആ ഒരു സന്തോഷം വേദയുടെ മനസ്സിന് ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുകയാണ്. വലിയ വീടാണ് കേട്ടോ തരുണിൻ്റെ, അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ തരുൺ അവർ വീട്ടിലെത്തുകയാണ്. അപ്പം അവിടെ സർവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ തരുണിൻ്റെ അമ്മ നമ്മുടെ വേദയ്ക്ക് ഒരു റൂമും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോളിവിടെ കിടക്കണം കേട്ടോ, ഇതാ മോളുടെ റൂം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം തന്നെയായിരുന്നു. അപ്പോൾ കുഞ്ഞിന് എന്തായാലും പാൽ കൊടുക്കണമല്ലോ. അങ്ങനെ തരുണിൻ്റെ അമ്മ കൊണ്ടുവന്ന് വേദയുടെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുക്കുകയാണ്. മോള് കുഞ്ഞിന് പാൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാൽ കൊടുത്ത ശേഷം പിന്നീട് തരുണിൻ്റെയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ തരുണിന് ഫുൾ ടൈം ഇപ്പോൾ കുഞ്ഞിനെ വേണം. കാര്യം റൂമിൽ തന്നെയാണെങ്കിലും കുഞ്ഞിനൊരു തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ആ കുഞ്ഞിനെ അതിനകത്തിട്ട് തന്നെ പാട്ടൊക്കെ പാടിയും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തും ആ കുഞ്ഞിനെ ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെ തരുൺ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വേദ ഒരു വശത്തിരുന്ന് ആലോചിക്കുകയാണ്. കാര്യമെന്ന് വെച്ചാൽ തരുൺ മോളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ഒരു പക്ഷേ തൻ്റെ വിക്രം കൊടുക്കേണ്ട ഒരു സ്നേഹമല്ലേ. അവളുടെ സ്വന്തം അച്ഛൻ ഇപ്പോൾ ജയിലിലാണ്. ആ വിക്രമിൻ്റെ സ്നേഹമാണ് ഇപ്പോൾ തരുൺ കൊടുക്കുന്നത്. കാരണം തരുൺ അത്രയ്ക്ക് അതിനെ നിലത്ത് പോലും വെക്കാണ്ടാണ് ആ മോളെ അത്രയും കെയർ ചെയ്യണത്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വേദയ്ക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. പക്ഷെ ഒരു വശത്ത് വേദയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയവും തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ സ്വന്തം അച്ഛനായ വിക്രം ഒരു സമയത്ത് വരുമ്പോൾ തരുണിനോട് എന്ത് പറയും എന്നുള്ളതിനെ ഓർത്ത് വേദയ്ക്ക് വല്ലാത്തൊരു പേടിയും ഉള്ളിൽ തോന്നുകയാണ്. അങ്ങനെ തരുണിൻ്റെ അമ്മയോട് വേദ പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വേദയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞിനെ കിട്ടുന്നില്ല. കാരണം കൂടുതൽ ടൈമും തരുൺ തന്നെയാണ് എടുക്കുന്നത്. ആ പാല് കൊടുക്കാനായിട്ട് കരയുമ്പോൾ മാത്രമാണ് തരുൺ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ വേദയ്ക്ക് അതൊരു ഭയങ്കര, കുഞ്ഞിനെ അങ്ങനെ അകറ്റിക്കൊണ്ട് പോകുമ്പം അതൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അങ്ങനെ തരുൺ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് തന്നെ പാട്ടൊക്കെ പാടണു, കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണു.
ആ ഒരു രീതിയിലൊക്കെ കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വേദ തരുണിൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തരുണിനെ സത്യം പറഞ്ഞാൽ ഞാൻ കൂടെ ചേർന്നിട്ട് അമ്മയും കൂടെ ചേർന്നിട്ടാണെങ്കിലും തരുണിനെ പറ്റിക്കുന്ന ഒരു അവസ്ഥയല്ലേ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആണ് മോളെ, ഒരു കണക്കിന് അതങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിയുമ്പോൾ തരുൺ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല മോളേന്ന് തരുണിൻ്റെ അമ്മ പറയണം. കാരണം അവന് 2 സ്വഭാവ രീതികളെ ഞാൻ അവൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഒന്നുകിൽ അങ്ങനെ അത്രത്തോളം മനസ്സിന് ആഘാതമേറ്റ് കഴിഞ്ഞാൽ അവൻ ഒരു പക്ഷേ ഈ വീട് പൊളിക്കുന്ന രീതിയിലുള്ള ആ ഒരു ബഹളം ആയിരിക്കും അവൻ കാഴ്ചവെക്കുന്നത്. അതല്ലെങ്കിൽ ആരോടും മിണ്ടാണ്ട്, ഒരു അക്ഷരം പോലും മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചടഞ്ഞുകൂടി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ 2 അവസ്ഥകളും ഞാൻ അവൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ട ഒരു അമ്മയാണ്. പക്ഷേ ഇതെല്ലാം മാറി ഇതിൽ നിന്നെല്ലാം അവനെ മോചിപ്പിച്ച് കൊണ്ടുവന്നത് എൻ്റെ രാധിക മോൾ അവൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് മോളെന്നൊക്കെ പറയണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും വേദയും കൂടെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ തന്നെ പറയാം അമ്മേ, ഒട്ടും താമസിയാതെ തന്നെ നമുക്കത് പറയണം. ഇല്ലെങ്കിൽ തരുണത് ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലും തോറും ആ കുഞ്ഞ് അത്രത്തോളം തരുണിൻ്റെ ഉള്ളിൽ അത്രയും സ്നേഹിച്ച് തരുൺ കൊണ്ടുപോകണം. അപ്പോൾ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ് തരുണിൻ്റെ അമ്മയും വേദയും കൂടെ ചേർന്നിട്ട്. അപ്പോൾ കുഞ്ഞിനെ കൊഞ്ചിച്ചും ഒക്കെ ആയിട്ടാണ് അവർ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ തരുൺ വന്നിരിക്കുകയാണ്. ആഹാ, അച്ഛൻ്റെ വാവച്ചി കുളിക്കുകയാണോ, മോള് കുളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ ഇത് പറയണേ. എന്നിട്ട് തരുണിൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ നിൻ്റെ മോൾക്കേ ഞാൻ പാദസ്വരം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വർണത്തിൻ്റെ ഒരു പാദസ്വരം ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ തരുണിൻ്റെ അമ്മ പറഞ്ഞു, അതെ ഇപ്പോൾ പാദസ്വരം അല്ലട മോനെ ഇടേണ്ടത്, 28 ആവുമ്പോൾ ഒരു ചടങ്ങുണ്ട്, ആ ചടങ്ങിൽ നമ്മൾ തളയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ തള മേടിക്കാം എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പം വേദ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് തരുൺ പറയുന്നുണ്ട്, അമ്മ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എൻ്റെ റൂമിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തരുൺ എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ വേദയ്ക്ക് പെട്ടെന്നൊരു പ്രയാസം, കുഞ്ഞിനെ കുളിപ്പിച്ച് ഇച്ചിരി പാലൊക്കെ കൊടുത്ത് മോളെ ഒന്ന് സുന്ദരിയൊക്കെ ആക്കി എടുക്കുക എന്നുള്ളത് ഏതൊരമ്മയുടെയും ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെ വേദയുടെ മുഖം വാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ നിനക്ക് വിഷമമായോ? കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും, അതുകൊണ്ടാണ് അമ്മ കൊടുത്തു വിട്ടേന്നും പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചമ്മേ, തരുൺ സാറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇതങ്ങനെ പറയാണ്ടിരുന്ന് കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടായിരിക്കും, സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയല്ലേ. കാര്യം ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ സാർ അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തരുണിൻ്റെ അമ്മയ്ക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മോളെ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി വരെയാണ് കേട്ടോ. അപ്പം എന്തായാലും പറയാം എന്നുള്ള തീരുമാനം തന്നെ നമ്മുടെ വേദ എടുക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ ജയിലൊന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ രാഘവേട്ടൻ പോവുകയാണ്, ജയിലിൽ നിന്ന് റിലീസായി പോവുകയാണ്. അപ്പം ആകെ സത്യം പറഞ്ഞാൽ ആ സെല്ലിനകത്ത് നമ്മുടെ വിക്രമിന് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആ രാഘവേട്ടനായിരുന്നു. അപ്പം പുള്ളി കൂടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ രാഘവേട്ടൻ്റെ അടുത്ത് യാത്രയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇറങ്ങും മോനെ, കാരണം ഹൈക്കോടതിയിൽ ഇതിന് കൊടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിനക്ക് ഇറങ്ങാൻ പറ്റും, നീ കേസിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിലീസാവട്ടെ എന്ന് പറഞ്ഞ് വിക്രമിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. വിക്രമിന് വല്ലാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു കേട്ടോ. ഒരു ആശ്വാസം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പോകുന്നത് ഒരു വല്ലാത്ത മനസ്സിന് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അങ്ങനെ രാഘവേട്ടൻ പോവാണ്. ഈ സമയം നമ്മുടെ വേദ രണ്ടും കൽപ്പിച്ച് ധൈര്യത്തോടു കൂടി തന്നെ തരുണിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്, റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും കുഞ്ഞിനെ തൊട്ടിലിട്ട് നന്നായിട്ട് ആട്ടി പാട്ടൊക്കെ പാടി ഒരു ഭൂതത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ടൊരു ഭൂതം ഉണ്ടായിരുന്നു എന്നും അതിങ്ങനെ പശുക്കിടാങ്ങളൊക്കെ ഉണ്ട സമയത്ത് അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷേ ആ ഭൂതം ഒരു പശുവിനെ പോലും ആക്രമിച്ചില്ല. ചെന്നിട്ട് ആ പശുക്കളുടെ പാല് ചുരിഞ്ഞ് കുടിക്കുക ചെയ്തത്. വയറ് വീർത്ത് കഴിഞ്ഞപ്പോൾ ആ ഭൂതം പോയി. കാരണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയോ ആരെയും ഒന്നും ആ ഒരു പശുവിനെ പോലും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് തരുൺ പറയുന്നുണ്ട്, എൻ്റെ മോള് ഇതുപോലെയുള്ള കഥകളൊക്കെ അച്ഛൻ പറഞ്ഞു തരും കേട്ടോ, എൻ്റെ മോള് കഥകളൊക്കെ കേട്ട് വളർന്ന് നല്ല മിടുക്കിയായിട്ട് അച്ഛൻ്റെ മോള് വളരണം, എല്ലാ സ്നേഹവും തന്ന് അച്ഛൻ വളർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് തരുൺ പറയണം, വലുതാകുമ്പോൾ ഈ നെഞ്ചത്ത് ഈ സ്നേഹം കണ്ട് തന്നെ മോള് വളരണം, ഈ അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞ് തന്നെ മോള് വളരണമെന്നൊക്കെ കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞ്
പറഞ്ഞാണ് തരുൺ തൊട്ടിലാട്ടുന്നത് കേട്ടോ. എന്നിട്ട് തരുണിൻ്റെ നെഞ്ചിൽ ഇടത് സൈഡിലായിട്ട് ഈ കുഞ്ഞിൻ്റെ പാദം പച്ച കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, നിൻ്റെ എൻ്റെ മോളുടെ സ്നേഹം ദേ അച്ഛൻ്റെ നെഞ്ചിൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് മാറ്റിയിട്ട് ആ പച്ച കുത്തിയത് കാണിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വേദ അങ്ങ് പെട്ടെന്ന് ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം എത്രത്തോളം കുഞ്ഞിനോടുള്ള സ്നേഹമാണ് തരുണിനുള്ളത് എന്നുള്ളതാണ് വേദ ആ നിമിഷം തിരിച്ചറിഞ്ഞത്. അപ്പോൾ വേദ ജസ്റ്റ് അവിടെ നിൽക്കുന്നത് തരുൺ കാണുകയാണ്. അപ്പോൾ കുഞ്ഞുറങ്ങി. അപ്പോൾ തരുൺ വന്നിട്ട് വേദയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വേദ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് പോയതാണ്. പക്ഷേ വേദയ്ക്ക് അതിനുള്ള ധൈര്യവും ആ ഒരു മനസ്സും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നേരെ തരുൺ വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഞാൻ 10ാം ക്ലാസ് വരെ ഇവിടെ നാട്ടിൽ തന്നെയാണ് വളർന്നത്. എനിക്ക് എൻ്റെ ബാല്യത്തിൽ കുറേ കഥകളും കവിതകളും ഒക്കെ കേട്ട് തന്നെയാണ് ഞാനും വളർന്നത്. കഥകൾ കേട്ട് വളരുന്ന നമ്മുടെ മക്കൾ വഴി തെറ്റില്ല, അവർ നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് തന്നെ വളരും. എൻ്റെ മോളും അങ്ങനെ തന്നെ ആവട്ടല്ലേ വേദ എന്നപ്പോൾ വേദ മിണ്ടാണ്ട് നിൽക്കാൻ കേട്ടോ. എൻ്റെ തരുൺ പറയണേ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കണക്ക് മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാഷ് ഒരു കൊല്ലം ഞാൻ പഠിച്ചുള്ളൂ ആ മാഷിൻ്റെ കൂടെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കണക്കിനോടൊപ്പം തന്നെ മാഷ് ഞങ്ങൾ കുട്ടികൾക്ക് കഥകളും കവിതകളും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. വളരെ രസമുള്ള ക്ലാസ്സായിരുന്നു. ആ മാഷിൻ്റെ പേര് സുധാകരൻ എന്നാണ്. മാഷിപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ അടുത്ത കൊല്ലം തൊട്ട് ഞാൻ CBSEയിലോട്ട് മാറി. അപ്പോൾ ഈ സുധാകരൻ എന്ന പേര് പറഞ്ഞപ്പോൾ വേദ ഒരു നിമിഷം ഞെട്ടുകയാണ്. കാരണം നമ്മുടെ സുധാകരൻ മാഷിനെ കുറിച്ചാണ്, നമ്മുടെ വിക്രമിൻ്റെ അച്ഛനെ കുറിച്ചാണ് തരുൺ പറയുന്നത്. കാരണം ഇന്നും തരുൺ ഓർക്കുന്നു ആ മാഷിനെ, കണക്ക് മാഷിനെ. അപ്പം വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വേദ ഞെട്ടലോടെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ തരുൺ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അതെ ഇനിയിപ്പം മോള് അടുത്തോട്ട് പോകണ്ട, അവൾ ഉണരുമ്പോൾ എൻ്റെ മുഖം തന്നെ കണ്ടോട്ടെ, 1 മണിക്കൂറെങ്കിലും ഉറങ്ങുമായിരിക്കും. അപ്പോൾ വീണ്ടും വേദയ്ക്ക് സങ്കടമാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ കുഞ്ഞ് തന്നിൽ നിന്നും കുറേ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. അപ്പം അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു വേദയ്ക്ക്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് വേദ റൂമിൽ ചെന്നിരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണം. അപ്പം തരുണിൻ്റെ അമ്മ വരുന്നുണ്ട്. മോളെ നീ അവനോട് സംസാരിച്ചോ മോളെ, പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അപ്പോൾ വേദ കരഞ്ഞുകൊണ്ട് തരുണിൻ്റെ അമ്മ പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല അമ്മേ, എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല. കാരണം തരുണ കുഞ്ഞിനെ അത്രയേറെ കൊഞ്ചിച്ചും ലാളിച്ചും സ്വന്തം ആ കുഞ്ഞാന്ന് കരുതി ആ കുഞ്ഞിൻ്റെ കാൽപാദം പോലും ആ നെഞ്ചത്ത് ഹൃദയത്തോട് ചേർത്ത് പച്ച കുത്തിയിരിക്കുക അമ്മേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേദ കരയാണ്. അപ്പം തരുണിൻ്റെ അമ്മ പറഞ്ഞു, മോള് സമാധാനപ്പെടുക, നമുക്കിതിനൊരു വഴി കണ്ടെത്താം, പക്ഷെ അവന് കുറച്ച് സമയം കൂടെ മോള് കൊടുക്കണം, മോള് സമാധാനപ്പെടുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വേദ സങ്കടപ്പെട്ട് സമാധാനപ്പെടുകയാണ് കേട്ടോ. ഈ സമയത്ത് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട സമയമാവുകയാണ്. അങ്ങനെ തരുണിൻ്റെ അമ്മയും വേദയും കൂടെ ചേർന്ന് കുഞ്ഞിനെയും കൊണ്ട് ആ ഹോസ്പിറ്റലിൽ, ഡെലിവറി നടന്ന ഹോസ്പിറ്റലിലോട്ടാണ് പോണത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് തരുണിൻ്റെ അടുത്ത് ഈ സത്യാവസ്ഥ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് അവർ രണ്ടുപേരും, വേദയും പറഞ്ഞു തരുണിൻ്റെ അമ്മയും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുഞ്ഞിനെ ഒരുപാട് ലാളിച്ച് സ്നേഹിച്ചുമാണ് കൊണ്ടുപോകുന്നത്, കുഞ്ഞിൻ്റെ കാൽപാദം പോലും ഹൃദയത്തോട് പച്ച കുത്തി ആ നെഞ്ചത്ത് പതിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേദ ഇനിയെങ്കിലും നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണം. കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടിട്ടാണെങ്കിലും തരുണിൻ്റെ അടുത്ത് ഇതൊക്കെ പറയിപ്പിക്കണം. കാര്യം ഇല്ലെങ്കിൽ ഇത് അതിനേക്കാളേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറയണം. അപ്പം വേദയുടെ അമ്മയും തരുണിൻ്റെ അമ്മയും വേദയും കൂടെ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കൊള്ളാം മാഡം എന്ന് പറയണം. അങ്ങനെ ഡോക്ടറെ കണ്ട് കുഞ്ഞിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി മെഡിസിനൊക്കെ മേടിച്ച് അവരവിടെ നിന്ന് ഇറങ്ങുന്ന സമയം വേദ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അകത്ത് 2 ഗുണ്ടകൾ, നമ്മുടെ ശ്രീകാന്തിൻ്റെ 2 ഗുണ്ടകൾ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വേദയ്ക്ക് മനസ്സിലായി തന്നെ ഫോളോ ചെയ്ത അവന്മാർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അമ്മയും വിളിച്ചുകൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വേദ പെട്ടെന്ന് ഒരു റൂമിലോട്ട് കയറിയിട്ട് പറഞ്ഞു, അമ്മ കുഞ്ഞിനെയും കൊണ്ട് പൊക്കോ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ എന്താ കാര്യം എന്ന് തരുണിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അമ്മ പൊക്കോ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അമ്മയെ പറഞ്ഞ് വിടുന്നു. എന്നിട്ട് വേദ പതുക്കെ അമ്മ പോയതിൻ്റെ പിറകെ തലയിൽ ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് വരണം. പക്ഷെ അതിലൊരു ഗുണ്ട പെട്ടെന്ന് നോക്കുമ്പോൾ വേദയുടെ ഒരു മുഖച്ഛായ പോലെ തോന്നുകയാണ്. കാര്യം വേദ മുഖം ഇങ്ങനെ മുസ്ലിങ്ങൾ മറയ്ക്കും പോലെ ആ ഒരു രീതിയിൽ മൂക്ക് കവർ ചെയ്താണ് വെച്ചിരുന്നത്. പക്ഷെ അവർ വേദയെ ഫോളോ ചെയ്തു കേട്ടോ, 2 പേരും കൂടെ ഫോളോ ചെയ്യുന്നു. അപ്പം വേദയ്ക്ക് മനസ്സിലായി തന്നെ പിന്തുടരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ വേദ ഓടി ഹോസ്പിറ്റലിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അവസാനം അവർ പിടിക്കും. അതിലൊരു ഗുണ്ട വേദയുടെ ഫോട്ടോ, അതായത് വീഡിയോ എന്തോ എടുക്കാനായിട്ട് മൊബൈൽ ഓൺ ചെയ്യും. മറ്റേ ആൾ ആ ഷോള് മാറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം വേദ
ആണോ എന്നുള്ളത് അറിയാനും അഥവാ ആണെങ്കിൽ ഒരു ഫോട്ടോ പിക്ക് എടുക്കാനായിട്ടുമാണ് അത് ചെയ്തത്. അങ്ങനെ ഷോളിലോട്ട് പിടിക്കാൻ നിൽക്കുന്നതും തരുൺ ഒരു ഒറ്റ അടി പുറകിൽ നിന്ന് വന്ന് ആ ഗുണ്ടയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി അവന്മാരെ കാര്യം കട്ടയും ബോർഡ് ഇളക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവന്മാരെ 2 ക്രിമിനലായിട്ടുള്ള 2 ഗുണ്ടകളാണ്. അങ്ങനെ തരുൺ അവരെ അടിച്ചമർത്തുന്നുണ്ട്. പക്ഷേ ക്രൂരമായിട്ട് ചെയ്യുന്നില്ല. കാരണം തരുണിൻ്റെ മനസ്സിൽ പെട്ടെന്ന് രാധികയുടെ മുമ്പിൽ വെച്ച് അന്ന് ആ ഒരു ഗുണ്ടയെ അങ്ങനെ ചെയ്തിട്ടാണ് രാധിക പെട്ടെന്ന് ഷോക്കായി പോയത്. അപ്പോൾ വേദയ്ക്കും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമോ എന്ന് കരുതിയിട്ട് തരുൺ 2 പേരെ ഇടിച്ചവിടെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചിട്ട് അവരെ തോക്കുമൊക്കെ ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ വന്ന് പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്നിട്ട് വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ വേഗം റിസപ്ഷനിലോട്ട് പോക്കോ, അമ്മ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദ പെട്ടെന്ന് റിസപ്ഷനിൽ ചെല്ലുമ്പോൾ തരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, ആരാ അവർ, നിന്നെ കൊല്ലാനായിട്ട് വന്നവരാണോ, ശ്രീകാന്തിൻ്റെ ആൾക്കാരാണോ? അതെ അമ്മേ, അവരാണെന്ന് തോന്നുന്നു. അപ്പോഴേക്കും തരുൺ അവരെ പോലീസിന് കൈമാറിയിട്ട് റിസപ്ഷനിലോട്ട് വരികയാണ്. വന്നു കഴിയുമ്പോൾ തരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ്, അമ്മ മോനെ അവരാരൊക്കെയാണ്? അപ്പോൾ തരുൺ പറയണം, അമ്മ അത് എന്നെയും കുഞ്ഞിനെയും തേടി എന്തായാലും വന്നവരല്ല, ഇത് വേദയെ ലക്ഷ്യമാക്കി തന്നെ വന്നവരാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് കാറിലോട്ട് കയറി നേരെ ഒരു അമ്പലത്തിലോട്ടാണ് പോണത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ അത് ആരാ, അന്ന് വന്നവരല്ലെങ്കിൽ പിന്നെ അത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തരുൺ പറയുന്നുണ്ട്, വേദ ഇന്ന് വരെ നമ്മളടുത്ത് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. വേദയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ ഇന്നിപ്പം വേദ കാരണം ഇനി എൻ്റെ കുഞ്ഞിന് ആപത്ത് വരും. അതുകൊണ്ട് വേദ ഇനി കുഞ്ഞിൻ്റെ ഒപ്പം നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര ഷോക്കായി പോകണം. കാരണം കുഞ്ഞ് ഇല്ലാണ്ട് അങ്ങനെ ഒരു അവസ്ഥ വേദയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും തരുണിൻ്റെ അമ്മ, നീ ഇങ്ങോട്ട് വന്നേ, നീ എന്തറിഞ്ഞിട്ടാണ് പറയണേന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി തരുണിൻ്റെ അടുത്ത് പറയുന്നത്. എന്ന് മുതലാ തരുൺ ജവാങ്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമായത്, മറ്റുള്ളവരുടെ മനസ്സ് കാണാണ്ട് അവരുടെ വിഷമങ്ങളൊന്നും അറിയാണ്ട് നീ എന്ന് മുതലാണ് ഇങ്ങനത്തെ ഒരു സ്വഭാവമായത്. അപ്പോഴേക്കും തരുൺ പറഞ്ഞു, ആ തരുണൊക്കെ മരിച്ചു അമ്മ, ഇനി ആ ഒരു തരുൺ വേണ്ട, അതിൽ നിന്നും ഞാൻ പുറത്ത് വേറൊരു തരുണായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്, കാരണം എൻ്റെ മോളുടെ മുന്നിൽ ഒരു പേടിപ്പിക്കുന്ന കാര്യങ്ങളോ അവസ്ഥകളോ ഒന്നും വരരുത്. വേദയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും തരുണിൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുണിനെ മനസ്സിലാക്കണം. നിനക്കപ്പോൾ മനസ്സിലായല്ലോ ആ കുട്ടിയുടെ അവസ്ഥ ഇതാണ്, അപ്പം ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ട് ഒരാൾ പോലും ഇല്ലാണ്ട് എന്തിനാടാ മോനെ അതിനെ മരണത്തിലോട്ട് തള്ളിവിടുന്നത്, നമുക്കത് സാധിക്കുമോ, നിനക്കത് കഴിയുമോ തരുണെ? അമ്മ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് തരുണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ തരുൺ വേദ വിടണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കണം. അങ്ങനെ വേദയുടെ അടുത്ത് വന്നിട്ട് തരുൺ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്ക് അതിനേക്കാളേറെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ നിന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്നും ചോദിക്കാത്തത്. പക്ഷേ എപ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് തരുൺ പറയണം. അങ്ങനെ കുഞ്ഞിനെ കൊടുത്തിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ തരുൺ കാറിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിർത്തിയിട്ട് തരുൺ അങ്ങോട്ട് പോകണം. ആ സമയം കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് വേദ പോവാണ്. ഇതേ സമയം നമ്മുടെ ജയിലിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ജയിലിൽ നമ്മുടെ വിക്രം ഇങ്ങനെ പുല്ലൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജയിൽ സൂപ്രണ്ടായ ആൻഡ്രൂസ് നമ്മുടെ വിക്രമിനെ തേടി ആ സ്ഥലത്തോട്ട് വരണം. അങ്ങനെ ആൻഡ്രൂസ് വന്നു കഴിഞ്ഞപ്പോൾ വിക്രമിന്ന് വിളിക്കുമ്പോഴത്തേക്ക് മറ്റേ പോലീസുകാരൻ അവിടെ നിന്നിട്ട് മാറിപ്പോകും കേട്ടോ. എൻ്റെ വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ ഞാൻ തനിക്ക് വേണ്ടിയിട്ട് ഒരു പരോളിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വിക്രമിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു സന്തോഷമൊക്കെ ആവുകയാണ്. അതെ വേറൊന്നും കൊണ്ടല്ല, തൻ്റെ അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടം തനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം പരോളിലൊന്ന് ഇറങ്ങുക, അപ്പം അച്ഛൻ്റെ കൂടെയൊക്കെ നിന്ന് ആ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് വിക്രമിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കുറച്ച് ദിവസം അച്ഛൻ്റെ കൂടെ പോയി നിൽക്കാം സാർ. അപ്പം നമ്മുടെ ആൻഡ്രൂസ് പറയുന്നുണ്ട്, എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് എന്തായാലും വേദയുടെ അച്ഛൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, എനിക്ക് തൻ്റെ കേസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അപ്പീലിന് പോവുകയാണല്ലോ, അപ്പോൾ എന്തായാലും അതിനൊരു ഇത് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടോ, എന്തായാലും താൻ പുറത്തിറങ്ങും വിക്രമ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വേദ എവിടെയാണെങ്കിലും വരും സാറേ. കാര്യം എന്ന് വെച്ചാൽ അവൾ എവിടെയോ പതിയിരിക്കുകയാണ്, കാരണം ഈ ശ്രീകാന്തിനെ പേടിച്ച്. അപ്പോൾ നമ്മുടെ ആൻഡ്രൂസ് പറയുന്നുണ്ട്, വേദയെക്കുറിച്ച് തിരക്കാനായിട്ട് ഞാൻ എൻ്റെ വഴിക്കൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വിക്രം, പക്ഷേ ഒന്നും ചെന്ന് എത്തുന്നില്ല വേദയുടെ അടുത്ത്.
കാര്യം എന്ന് വെച്ചാൽ വേദ അത്ര എവിടെയോ ദൂരെയാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ പരോളിന് ഇറങ്ങി അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതറിഞ്ഞ് ചിലപ്പോൾ വേദ എൻ്റെ അടുത്ത് വരും സാറേ. കാര്യം എന്ന് വെച്ചാൽ അവൾ മനഃപൂർവ്വം വരാത്തതാണ്. ഞാൻ ഇറങ്ങിയ ശേഷമേ അവൾ വരുള്ളൂ. വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടും. അപ്പം ആൻഡ്രൂസ് ചോദിക്കും, ഓഹോ അപ്പം പോയ സ്പീഡിന് എന്നെ വീണ്ടും ജയിലിലോട്ട് വരാനാണോ ഉദ്ദേശം? അയ്യോ സാർ അങ്ങനെ കരുതണ്ട കേട്ടോ, അല്ലാണ്ട് നിയമത്തിൻ്റെ മുന്നിലെ കുറ്റവാളികളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും സാറേ എന്ന് പറയാണ് നമ്മുടെ വിക്രം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് പല കുതന്ത്രങ്ങളും പ്ലാൻ ചെയ്യാണ്. മറ്റാരുടെ കൂടെയല്ല, നമ്മുടെ ഇൻസ്പെക്ടർ സാബുവായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കണം. അതായത് ശ്രീകാന്ത് ഏർപ്പാട് ചെയ്ത ആ ഗുണ്ടകളെ വിളിച്ചിട്ട് ശ്രീകാന്തിന് കിട്ടുന്നില്ല. കാര്യം വേറൊന്നുമല്ല, ശ്രീകാന്തിന് ഏൽപ്പിച്ച ഗുണ്ടകളെ നമ്മുടെ തരുൺ എപ്പോഴേ അകത്താക്കി, അതറിയുന്നില്ലല്ലോ. അപ്പം വിളിച്ചിട്ട് കോളും കിട്ടുന്നില്ല. അതാണ് ശ്രീകാന്തിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ടെൻഷൻ. അപ്പോൾ ശ്രീകാന്ത് ഇൻസ്പെക്ടർ സാബുവിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വേദ കുഞ്ഞിനെ പ്രസവിച്ചോ, അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം വേദ എങ്ങാനും അച്ഛനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അച്ഛൻ്റെ അവിടെയുള്ള ചില ബന്ധങ്ങൾ വഴി വേദയ്ക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുത്തോ എന്ന് പോലും സാബു എനിക്ക് സംശയമുണ്ടെന്ന് പറയണേ. അപ്പോൾ ഇൻസ്പെക്ടർ സാബു പറയുന്നുണ്ട്, സാർ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് പേടിക്കണ്ട, സാറിൻ്റെ പേടിയാണ് ഇത്രയും ടെൻഷനൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ് ശ്രീകാന്തിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിനറിയാം വേദ അങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു ധൈര്യമില്ലാത്ത ഒരാളൊന്നും അല്ല. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും സാമർഥ്യമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് വേദ എന്നുള്ളത് ശ്രീകാന്തിന് നന്നായിട്ടറിയാം. അതിനുള്ള വീറും വാശി അവൾക്കുണ്ട്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കണം. ഇതിനിടയിൽ നമ്മുടെ തരുണിൻ്റെ അമ്മ തരുണിൻ്റെ അടുത്ത് ചെന്നിട്ട് കുഞ്ഞിനെ രാത്രി വേദയോടൊപ്പം കിടത്തിയാൽ മതി എന്ന് പറയുന്നു. അപ്പം തരുൺ ചോദിക്കുന്നു, അതെന്തിനാ അമ്മേ, എൻ്റെ അടുത്ത് അവൾ കിടന്നുറങ്ങുമല്ലോ, പിന്നെ എന്താ? അപ്പം ഞാൻ അതുകൊണ്ടല്ല മോനെ, രാത്രി സമയത്ത് വിശന്നിട്ട് അവളെ കരയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കാര്യങ്ങളൊക്കെ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുണിൻ്റെ അമ്മ ആ കുഞ്ഞിനെ തരുണിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കാരണം വേദയ്ക്ക് രാത്രി കുഞ്ഞൊപ്പം അവർ എത്രയാണെങ്കിലും പ്രസവിച്ച അമ്മയ്ക്ക് തൻ്റെ ആ കൈക്കുഞ്ഞ് തൻ്റെ ഒപ്പം കിടക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ കുഞ്ഞിനെ കൊടുക്കുകയാണ്. അങ്ങനെ വേദ ആ കുഞ്ഞുമായിട്ട് ഉറങ്ങണം. ആ ഉറങ്ങുന്ന സമയത്ത് വേദ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് തൻ്റെ വിക്രമം ഒത്തുണ്ടായിരുന്ന നിമിഷങ്ങൾ, അതോടൊപ്പം വിക്രം പറഞ്ഞ പല കാര്യങ്ങളും, അങ്ങനെ പലതും വേദ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. വിക്രമിൻ്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. തനിക്ക് ജനിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിരിക്കുമെന്നും ആ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നീ കൈയും ഇങ്ങനെ ബാക്കിൽ കൈ ഊന്നി നീ നടക്കുന്ന സമയത്ത് നിന്നെ എങ്ങനെയൊക്കെ താങ്ങണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുക. അങ്ങനെ അവരുടേതായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ വേദ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുകയാണ് കേട്ടോ. അപ്പം ഒരു വല്ലാത്ത ഒരു ഇമോഷണൽ ആ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ വേദയുടെ ജീവിതം, അതായത് രണ്ട് സാധാ ഒരു ഇതുപോലെ അല്ല വേദയുടെ ജീവിതം. വേദയും വിക്രമും തമ്മിലുള്ള ജീവിതം ഒരു രണ്ടായിട്ട് പിളർന്നു പോവുകയല്ല ചെയ്തത്, പല കഷ്ണങ്ങളായിട്ടാണ് അവരുടെ ജീവിതം തുന്നി മാറിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ രീതിയിൽ ഇവിടെ എങ്ങും എത്തിപ്പറ്റാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കെണികളാണ് ശ്രീകാന്തും ഒക്കെ ചേർന്നിട്ട് വേദയ്ക്കും വിക്രമിനുമെതിരെ പടുത്തുയർത്തിയിരിക്കുന്നത്. അങ്ങനെ വേദ അതിനെക്കുറിച്ചൊക്കെ ഓർത്തും വിക്രമുമായിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഒരു സോങ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വിക്രമ ഓർത്തിരിക്കുന്നതാണ് രാത്രിയിൽ. കാര്യം ഇപ്പോൾ നമ്മുടെ രാഘവൻ ജയിലിലില്ല, അപ്പോൾ വിക്രം ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. അങ്ങനെ ആ ജയിലിലിരിക്കുന്ന സമയത്ത് ആ മറ്റേ ഏതോ ഒരു മഴ നൂലിൽ നല്ലൊരു സോങ് ഉണ്ടല്ലോ, ആ സോങ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പിന്നെ നമ്മുടെ തരുണിൻ്റെ വീടാണ് കാണിക്കുന്നത്. അതായത് ഫംഗ്ഷനുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ സർവൻറ്റും എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാം ബലൂണൊക്കെ വീർപ്പിക്കുന്നത്. കാരണം കുഞ്ഞിൻ്റെ ആ ചടങ്ങാണ്, 28 ഒക്കെ ആ ചടങ്ങാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ നമ്മുടെ തരുൺ നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വേദ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ സമയത്ത് തൻ്റെ അച്ഛൻ, അവളുടെ സ്വന്തം അച്ഛൻ ഇല്ലാണ്ട് പോയല്ലോ. പക്ഷേ ഒരു കാര്യം വേദ മനസ്സിൽ ഓർക്കുന്ന ഇത്രയേ ഉള്ളൂ, തൻ്റെ കുഞ്ഞിൻ്റെ ജീവനേക്കാൾ വലുതല്ല എൻ്റെ ഈ വേദനകൾ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ലക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പം വേദ അതുകൊണ്ട് ആ സങ്കടങ്ങളൊക്കെ വന്നിരുന്നാൽ തന്നെയും കുഞ്ഞിൻ്റെ സുരക്ഷയും ജീവന് രക്ഷിക്കാനുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് അതൊന്നും വേദ ഓർക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് തരുണിൻ്റെ അമ്മ ചെന്നിട്ട് വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട്.
അതായത് തരുൺ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ പെൺകുട്ടിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വരുന്നതെങ്കിൽ, അതായത് തരുണിൻ്റെ ഭാര്യ രാധിക ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഗൗരി എന്നുള്ളൊരു പേര്. അപ്പം കുഞ്ഞിന് ആ പേരാണ് ഇടേണ്ടതെന്നുള്ളത് നമ്മുടെ തരുൺ പറയുന്നുണ്ട്. അപ്പോഴും വേദ ഒന്നും മിണ്ടുന്നില്ല. കാരണം വേദ അതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കാനല്ലേ വേദക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ ആ പേരിടൽ ചടങ്ങിൻ്റെ ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ ചെവിയിൽ വെറ്റില വെച്ചിട്ട് 3 പ്രാവശ്യം തരുൺ ആ പേരൊക്കെ വിളിക്കുന്നുണ്ട്, ഗൗരി ഗൗരി എന്നുള്ള പേര്. അപ്പം കാരണം എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇമോഷണൽ സീനൊക്കെയാണ്. പക്ഷേ എങ്കിലും വേദ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. കുഞ്ഞിനെ നന്നായിട്ട് ഒരുക്കി എല്ലാം റെഡിയാക്കിയാണ് തരുണിൻ്റെ കയ്യിലൊക്കെ കൊടുത്തത്. അങ്ങനെ ചടങ്ങൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേദ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് തരുണിൻ്റെ അമ്മ ചെന്നിട്ട് തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ, കാരണം ഈ തരുൺ അതിനുശേഷം ഈ നമ്മുടെ രാധികയുടെ ഫോട്ടോയുടെ അടുത്ത് ചെന്നിട്ട് മോളുടെ അടുത്ത് അമ്മ അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്, അമ്മ എന്ന് വിളിക്കുന്നൊക്കെ കുഞ്ഞിൻ്റെ അടുത്ത് പറയണ. ഇത് കണ്ടുകൊണ്ട് നിന്ന തരുണിൻ്റെ അമ്മ ചെന്നിട്ട് തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ നീ ഇപ്പോഴേ, അതായത് അവളുടെ ആ ഒരു ബാല്യകാല്യത്തിൽ തന്നെ അമ്മയില്ലാത്ത കുട്ടി എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയുടെ മനസ്സിൽ വരുത്തണ്ട. അപ്പം ആ സ്ഥാനത്ത് പിന്നെ ആരാ അമ്മേ, അവൾ അമ്മ എന്നുള്ളൊരു തോന്നൽ അവളിൽ വരട്ടെ. അപ്പം തരുൺ ചോദിച്ചു, അമ്മ ഉദ്ദേശിക്കുന്നത് ആ വേദ എന്ന് പറഞ്ഞ സ്ത്രീയെ അമ്മയായിട്ട് കാണാനാണോ? അങ്ങനെയല്ലല്ലോ മോനെ ഞാൻ പറഞ്ഞത്. അവളുടെ ബാല്യം കഴിയുന്നവരെ അവൾ അമ്മയില്ലാത്ത കുട്ടി, അമ്മ മരിച്ചുപോയി എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഗൗരിമോക്ക് വരാൻ പാടില്ല. വലുതായ ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു തരുണിൻ്റെ അമ്മ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കേസ് വരെയാണ്. അതായത് നമ്മുടെ ശങ്കരനാരായണൻ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കേസ് വിചാരണയ്ക്ക് വരെയാണ്. നമ്മുടെ വിക്രമിനെ കോർട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ശങ്കരനാരായണൻ 4 സാക്ഷികളെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഗീവർഗീസ് എന്ന പേരുള്ള ആൾ, പിന്നെ ഗീവർഗീസിൻ്റെ ഭാര്യ, പിന്നെ ഒരു സേതു, പിന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛൻ മൈക്കിൾ കുരിശിങ്കൽ എന്ന് പറഞ്ഞ ഒരു ഫാദറുമാണ് 4 പേരെ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സാക്ഷികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ എതിർ വക്കീലായ ദർശൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, ഈ നാടകീയമായ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പലതും ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ശങ്കരനാരായണൻ കേസ് ജഡ്ജിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ കേസ് വാദം തുടങ്ങുകയാണ്. അങ്ങനെ ഗീവർഗീസിനെ ആദ്യം കോർട്ട് കയറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ആ കേസിൽ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. വിക്രത്തിനെ അറിയാമെന്ന് പറയുന്നുണ്ട്. വീടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് ഗീവർഗീസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ വിക്രമിനെ പല പ്രാവശ്യമായിട്ടും പലരും ആക്രമിക്കാൻ വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടും അവസാനമായിട്ട് വിക്രമിനെയും വേദയും ആരൊക്കെ ആക്രമിച്ചിരുന്നു ആ വിവരം പറയാനായിട്ട് ഗീവർഗീസ് പള്ളിയിൽ ചെന്ന് തിരിച്ചു വരുമ്പോഴേക്കും ആ വീടൊക്കെ ഫുള്ളായിട്ട് നശിപ്പിച്ചിരുന്നു എന്ന കാര്യമൊക്കെ കോടതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗീവർഗീസിൻ്റെ ഭാര്യ വരുന്നുണ്ട്. ഭാര്യയുടെ അടുത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം വേദയെക്കുറിച്ചാണ് കൂടുതലും ചോദിക്കുന്നത്. വിക്രമിനെ അറസ്റ്റ് ചെയ്ത ശേഷം വേദ ഹോസ്പിറ്റലിലായിരുന്നു എന്നും ഭയങ്കര കരച്ചിലായിരുന്നു. അതിനുശേഷം പിന്നെ വേദയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അയാളുടെ ഭാര്യ പറഞ്ഞത്. പിന്നെയാണ് സേതുവിനെ കൊണ്ടുവരുന്നത്, 3-ാം പ്രതി. സേതുവിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് സേതു നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ അവസാന ദിവസം വിക്രമിനെയും വേദയും നമ്മുടെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ സേതു മറ്റുള്ളവരും ചേർന്നിട്ട് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ വിക്രമിനെയും വേദയെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ചന്ദ്രശേഖരൻ ഒരു തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ തോക്ക് അടിയുടെ ഇടയിൽ തെറിച്ചു പോയെങ്കിലും അവസാന നിമിഷത്തിൽ ചന്ദ്രശേഖരന് ആ തോക്ക് കിട്ടുന്നുണ്ട്. ആ തോക്ക് എടുത്തിട്ട് നമ്മുടെ അനിയൻകുട്ടനെ വെടിവെക്കുന്ന കണ്ട് ആ വെടിവെക്കുന്ന നേരിട്ട് കണ്ടതിലാണ് വേദ തലയിറങ്ങി വീഴുന്നത്. അതിനുശേഷം പിന്നെ ഈ സേതു നമ്മുടെ അനിയൻകുട്ടനെയും അതുപോലെ വേദേനെയും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സമയം വിക്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് ചന്ദ്രശേഖരനും നമ്മുടെ ഈ ശ്രീകാന്തും കൂടെ കാട്ടിലേക്ക് ഇറങ്ങി ഓടി അനിയൻകുട്ടനെ വെടിവെച്ചിട്ട്. പിന്നെ സേതു അറിയുന്ന വിവരം നമ്മുടെ വിക്രം അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതും ചന്ദ്രശേഖരൻ്റെ മരണം, ചന്ദ്രശേഖരനെ ആരോ വെടിവെച്ചു എന്ന രീതിയിൽ. അതായത് ഇപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞു വെച്ചേക്കുന്ന ഈ വരുൺ കൊലപാതകത്തിൻ്റെ പിന്നിൽ വിക്രമാണെന്നും ഇത് കണ്ട പുളിക്കലിനെ മറ്റാരും അപായപ്പെടുത്തി. പക്ഷേ ഈ ചന്ദ്രശേഖരൻ്റെ മരണവും വിക്രം തന്നെയാണ് എന്നുള്ളത് ജോബിൻ എന്ന ആ എസ്റ്റേറ്റ് മാനേജറുണ്ട്, അയാൾ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കേസിലൊക്കെ തെളിയിച്ചിരിക്കുന്നത്. ഈ ജോബിൻ എന്ന് പറയുന്നത് അത്ര നല്ല സ്വഭാവമുള്ള ഒരാളൊന്നുമല്ല. അയാൾ ഒരു ചാരിറ്റിയൊക്കെ മറ്റുള്ളവരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ദർശനൊക്കെ അയാളെ ഭയങ്കര രീതിയിലാണ് പൊക്കിക്കൊണ്ടുപോകുന്നത്. കാരണം വേറൊന്നുമല്ല, ജോബിൻ
സാക്ഷി പറഞ്ഞാലല്ലേ ചന്ദ്രശേഖരൻ്റെ മരണം ജോബിൻ സാക്ഷി കണ്ടു എന്ന് പറഞ്ഞാലേ വിക്രമിന് ശിക്ഷ കിട്ടത്തുള്ളൂ. പക്ഷേ അപ്പം നമ്മുടെ ഈ ശങ്കരനാരായണൻ പറയുന്നുണ്ട് വരുണിൻ്റെ കേസ് വിക്രമല്ല എന്ന് തെളിയുകയും അത് വരുണിൻ്റെ അച്ഛനായ അന്ന് എം എൽ എ ആയിരുന്ന വാസവൻ ആ കേസ് പിൻവലിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദർശൻ പറയുന്നത് പിൻവലിച്ചു എങ്കിലും വിക്രമല്ല അത് ചെയ്തതിന് തെളിവുകളൊന്നും ഇല്ലല്ലോ എന്നും കോടതിയിൽ പറയുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പം ഈ കൊണ്ടുവന്ന സാക്ഷികളൊന്നും ഇതെല്ലാം പഠിപ്പിച്ച് കൊണ്ടുവന്നതാണ് എന്നാണ് ദർശൻ വാദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ശങ്കരനാരായണന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സത്യമായിട്ട് കോടതിയിൽ ബോധിപ്പിച്ചു. ഈ കൊണ്ടുവന്ന 4 സാക്ഷികളും ജെനുവിനായിട്ടുള്ള സാക്ഷികളായിരുന്നു. പക്ഷെ അതൊക്കെ വളച്ചൊടിച്ച് തന്നെ ദർശൻ കോടതിയിൽ ആക്കുന്നുണ്ട്. കാര്യം ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം വിക്രം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്, ഇന്നയാൾ മരിച്ചതും അതും ഇതുമൊക്കെ. പക്ഷേ ഈ അനിയൻകുട്ടൻ്റെ മരണവും വരുണിൻ്റെ മരണവും വിക്രമാണ് എന്നുള്ളത് വരുത്തി തീർക്കുകയാണ്. ഒപ്പം ചന്ദ്രശേഖരൻ്റെ മരണം വിക്രം തന്നെ ചെയ്തു എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു ദർശൻ. അപ്പോൾ എന്തായാലും വിക്രമിന് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഈ കേസിൻ്റെ അകത്ത് ഇവർ ഇന്നത്തെ ഈ വാദത്തിൽ ആക്കുന്നത്. അപ്പോൾ ശങ്കരനാരായണന് പിന്നെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. പുള്ളി പറ്റുന്ന പോലെ നല്ല രീതിയിൽ തന്നെ വിക്രമിന് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ ദർശൻ അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് തന്നെ വിക്രമിനെതിരെ കേസ് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവസാനം നമ്മുടെ ശങ്കരനാരായണൻ ഒരു കാര്യം മാത്രമേ കോടതിയിൽ ആവശ്യപ്പെട്ടുള്ളൂ. അതായത് ഈ കേസ് ഇൻവെസ്റ്റിഗേഷന് വെക്കണമെന്നും ഈ ചന്ദ്രശേഖരൻ്റെയും അതുപോലെ വരുണിൻ്റെ ഒക്കെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു ടീമിനെ ഇതിലേക്ക് ഏർപ്പാട് ചെയ്ത് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ശങ്കരനാരായണൻ്റെ അപേക്ഷ. അപ്പം ഇതിനെ എതിർക്കുന്നില്ല എന്ന് തന്നെ നമ്മുടെ ദർശനും പറയുന്നുണ്ട്. കാരണം ശങ്കരനാരായണൻ വക്കീൽ പറഞ്ഞതിനോട് തന്നെ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, ആ കേസ് അന്വേഷിച്ചോട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട്. എന്തായാലും കേസ് പിന്നത്തേക്ക് വെച്ചിട്ട് ആ കോടതി അവിടെ പിരിയാണ്. അങ്ങനെ നമ്മുടെ വിക്രമിനെ വീണ്ടും ജയിലിലോട്ട് തന്നെ കൊണ്ടുപോവാണ്. അപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന വിക്രമിനെ കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ദർശനും വെല്ലുവിളിക്കുകയാണ്. അതായത് നിന്നെ കൊണ്ട് വരുണിൻ്റെ കൊലച്ചോറും കൂടെ തീറ്റിച്ചിട്ടേ ഞാൻ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ദർശൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ദർശനും ഭയങ്കര ദേഷ്യമാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ അച്ഛനെ കൊന്നത് ഈ ശ്രീകാന്ത് പറഞ്ഞു കൊടുത്തിട്ട് വിക്രമാണ് എന്നുള്ളതാണ് ദർശൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിക്രമിനോട് ഇത്രയും പക. എല്ലാ കള്ളത്തരങ്ങൾക്കും ശ്രീകാന്തിൻ്റെ ഒപ്പം ദർശൻ നിൽക്കുന്നത് തൻ്റെ അച്ഛൻ്റെ കൊലയാളിയാണ് വിക്രം എന്നുള്ളത് മനസ്സിൽ പറഞ്ഞ് പതിപ്പിച്ചൊക്കെയാണ് ശ്രീകാന്ത്. അതാണ് ഇതിൻ്റെ മെയിൻ കേസ്. അങ്ങനെ അവർ വെല്ലുവിളിച്ചിട്ട് പോകുന്നു. പിന്നെ വിക്രം അച്ഛനോടും ആ ഫാദറിനോടും ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പം നമ്മുടെ ശങ്കരനാരായണന് ഭയങ്കര വിഷമമാണ്. കാര്യം ഇതിൽ ഒന്നും തെളിയിക്കാനായിട്ട് പറ്റിയില്ലല്ലോ, വിക്രമിനെ ഒരു ഇതുപോലും കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ തുടർന്ന് നമ്മുടെ വിക്രമിൻ്റെ ആ ഒരു കേസ് സംബന്ധമായിട്ട് അടുത്ത് എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ തരുൺ ജോലിക്കായിട്ട് പോയി തുടങ്ങുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ വേദ കുഞ്ഞിനെ ലാളിക്കുന്നതും ഒക്കെ നമ്മുടെ തരുൺ മാറി നിന്ന് കാണുന്നുണ്ട്. കാരണം തൻ്റെ കുഞ്ഞിന് ഒരു അമ്മയുടെ എല്ലാ സ്നേഹവും കൊടുത്ത് തന്നെയാണ് വേദ കെയർ ചെയ്യുന്നത് എന്നുള്ളത് തരുണിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ തരുൺ ജോലിക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോവാണ്. ഇതേ സമയം കുഞ്ഞിനെ ഉറക്കിയിട്ട് മോളൊന്ന് മേളിലത്തെ റൂമിൽ വരണമെന്ന് പറഞ്ഞ് നമ്മുടെ തരുണിൻ്റെ അമ്മ വേദിയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ, അതായത് ഇനി നിനക്കും കുഞ്ഞിനും എന്തായാലും ഒറ്റ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നിനക്കിത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഈ കേസ് സംബന്ധമായിട്ടുള്ള പഠിക്കാനുള്ള എല്ലാം അറേഞ്ച് ചെയ്ത ഒരു റൂം വേദയ്ക്കായിട്ട് തരുണിൻ്റെ അമ്മ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അത് അന്താളിച്ച് നിൽക്കുന്ന വേദിയാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ആ ഒരു എപ്പിസോഡിൽ കണ്ട് വൈൻഡപ്പ് ആവുന്നത് കേട്ടോ. ഏകദേശം നമ്മുടെ പവിത്രത്തിൻ്റെ ഒരു ഇൻട്രോ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ ഇനി ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളത് നമുക്കൊരു കാത്തിരിപ്പിന് ശേഷം അറിയാം അല്ലേ. അപ്പം പുതിയ വിശേഷങ്ങൾക്കായിട്ട് അടുത്ത തിങ്കളാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം അല്ലേ. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അങ്ങനെ പവിത്രം സീസൺ 2 5 എപ്പിസോഡുകളാണ് ഞാനിപ്പോൾ ഇവിടെ പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.